സാധാരണ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിലേക്കുള്ള വിഷയങ്ങളാണ് ചർച്ചയായിട്ട് വരിക. പക്ഷേ ഇത്തവണത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഭരണപരാക്രമങ്ങളായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. പ്രത്യേകിച്ച് ഈ ചട്ടി സമരം, സാമ്പത്തിക പ്രതിസന്ധി, അതുപോലെ ഈ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് സർക്കാരിൻ്റെ നവകേരള സദസ്സ് പോലെയൊക്കെയുള്ള ധൂർത്ത് പരിപാടികൾ, ലോക കേരള സഭ, ഇങ്ങനെ അരിമണിയൊന്ന് കുറിക്കാനില്ലാത്ത അരിവള ഇട്ട് കിലുക്കാൻ മോഹം എന്നുള്ള ആ ഒരു നയ സമീപനത്തോട് ജനങ്ങൾക്കുണ്ടായ വലിയ മടുപ്പും വിപ്രതിപത്തിയുമാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. 19 സീറ്റിൽ LDF തോറ്റു, 18 സ്ഥലത്ത് UDF, ഒരു സ്ഥലത്ത് BJP ജയിച്ചു. എന്ന് മാത്രമല്ല, ഇതിൽ പല സീറ്റുകളിലും BJPയുടെ വോട്ട് ഷെയറിലുണ്ടായ വർധനവ് അത് LDFിൽ നിന്ന് ചോർന്നുപോയ വോട്ടാണ്. കോൺഗ്രസിൻ്റെ ഏതാണ്ട് വോട്ടുകൾ അവർ നിലനിർത്തി. അതേ സമയത്ത് മറുഭാഗത്ത് BJP ശക്തിപ്പെടുന്നു എന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചടി ഏറ്റ സമയത്ത് ഈ വിദ്യാർത്ഥി സംഘടനയെ കുറേയൊക്കെ നിയന്ത്രിക്കുന്നതിന് പകരം അവർ പിന്നെയും ഈ തുടലൂരി വിട്ടിരിക്കുകയാണ്.